നമസ്കാരം. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിൻ്റെ ഒരു നോവലിൻ്റെ പേര് മാത്രമായിരുന്നു ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ. ഇന്നാകട്ടെ ഇതൊരു പത്രവാർത്തയാണ്. ഭാവനയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്ര വേഗമാണ് നാം നടന്നെടുക്കുന്നത്. നമ്മുടെ അകമാണോ പുറമാണോ ആദ്യം മരുഭൂമിയായിട്ടുണ്ടാവുക? പുറത്തെ പ്രകൃതിയുടെയും അകത്തെ പ്രകൃതിയുടെയും മരുവൽക്കരണത്തിൻ്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എൻ്റെ ഹൃദയത്തിൽ ഞാൻ മാത്രം വാഴുമ്പോൾ മറ്റാർക്കും ഇടമില്ലാതെ വരുന്നു. ദേശം വിജനമാകുന്നു. ഉള്ളം നനവില്ലാതെ വരളുന്നു. ഉള്ളിൽ ആർദ്രതയില്ലാതെ പെരുമാറുന്നു. പുറമെ മണ്ണ് നനവില്ലാതെ വരളുന്നു. മുൾച്ചെടികൾ ഉണ്ടാകുന്നു. മുറിപ്പെടുത്തുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന എൻ്റെ വാക്കുകളാകട്ടെ മുൾച്ചെടികളെക്കാൾ അധികമായി പെരുകുന്നു. മരുഭൂമിയിൽ ശവം നോക്കിയിരിക്കുന്ന കഴുകന്മാരുണ്ട്. എൻ്റെ കണ്ണുകൾ ജഡമോഹങ്ങൾക്ക് പിന്നാലെ നോക്കി പാർത്തിരിക്കുമ്പോൾ ഏതാണ്ട് അതുപോലെയാകുന്നു. പിന്നെയുള്ളത് ചില തോന്നിപ്പിക്കലുകളാണ്. മരുപ്പച്ചകളെപ്പോലെ ചില ഭ്രമങ്ങൾ ജീവിതത്തെ കീഴ്പ്പെടുത്തുന്നു. ശരിക്കും ഇങ്ങനെ നമ്മുടെ അകത്തെ പ്രകൃതിയെയും പുറത്തെ പ്രകൃതിയെയും മരുഭൂമി കീഴ്പ്പെടുത്തുകയാണ്. സ്ഥായിയായ ഭാവങ്ങൾ, സ്ഥിതപ്രജ്ഞ ഇവയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു. അതിതാപവും അതിശൈത്യവും പ്രകൃതിയെ കീഴ്പ്പെടുത്തുന്നു. അതികോപവും അതിമോഹവും അതിദുഃഖവുമൊക്കെ എൻ്റെ പ്രകൃതത്തെയും പരാജയപ്പെടുത്തുന്നു. പ്രിയ സുഹൃത്തെ, തോൽക്കാത്ത ആയുധമാകുന്ന നോമ്പ് കൊണ്ട് പോരാടിയേ മതിയാകൂ. തമ്പുരാൻ മരുഭൂമിയിലേക്ക് ചെന്നത് പിശാചിനെ തോൽപ്പിക്കാനാണ്. ആത്മാവ് തന്നെ മരുഭൂമിയിലേക്കാണ് നയിച്ചത്. ആ പോരാട്ടത്തിന് ശേഷമാണ് രക്ഷയും സമാധാനവും നൽകുന്ന പരസ്യ ജീവിതം താൻ ആരംഭിക്കുന്നത്. ശരിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ പച്ചപ്പ് ഒന്ന് തിരിച്ചു പിടിക്കേണ്ടതല്ലേ? ഈ നാളുകളിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നമസ്കാരം.